അങ്ങനെ ഇത്തവണത്തെ കൊടും വേനലൊക്കെ കഴിഞ്ഞിട്ട് മൺസൂൺ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ വേറെ ലെവലായിരിക്കും. വറ്റി വരണ്ട് കിടന്നിരുന്ന കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ നിറഞ്ഞ് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ലോകം തന്നെ ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക്. നമ്മുടെ മൺസൂൺ എപ്പിസോഡിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ യാത്ര മുണ്ടക്കയത്തിനടുത്തുള്ള വടക്കേമല വാട്ടർഫോൾസിലേക്കാണ്. സോ വെൽക്കം ബാക്ക്. മുണ്ടക്കയത്ത് നിന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ ഏന്തയാറിനടുത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴി ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും എക്സ്ട്രീം ഓഫ് റോഡിംഗ് സ്പോട്ടായിട്ടുള്ള ഉറുമ്പിക്കരയിലോട്ടുള്ള റൂട്ടിലാണ്. ഈ വഴിക്ക് തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ വടക്കേമല വാട്ടർഫോൾസ്. ഉറുമ്പിക്കരയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വഴി അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ്. ഈ ഒരു വെള്ളച്ചാട്ടം ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് താഴേക്ക് വരുന്നത്. ശരിക്കും ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും അറിയില്ലായിരുന്നു. ഒരുപാട് തട്ടുകളായിട്ട് ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ശരിക്കും 4 വെള്ളച്ചാട്ടങ്ങൾ കൂടി ചേർന്നതാണ്. വെള്ളാപ്പാറ, വെമ്പിളി, പാപ്പാനി, വടക്കേമല എന്നീ 4 വെള്ളച്ചാട്ടങ്ങൾ ചേർന്നിട്ടാണ് ഇത്രയും വലിയ വെള്ളച്ചാട്ടമായിട്ട് ഒഴുകുന്നത്. വർഷത്തിൽ മിക്ക സമയത്തും ഇതിൽ വെള്ളം ഉണ്ടെങ്കിലും മൺസൂണിൻ്റെ ടൈമിൽ ഇവിടെ വരുവാണെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വേറെ ലെവലായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് വെള്ളച്ചാട്ടങ്ങളിലൊക്കെ പോകുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ വഴി പോകുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വണ്ടിയിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് തന്നെ ഈ വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പൊതുവേ എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്തത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇനി ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുന്ന ആഗ്രഹമുണ്ട്. എന്നാൽ നടക്കാനും വയ്യാത്ത അവസ്ഥയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഈ പാലത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് വണ്ടിയിലിരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഏതായാലും മൺസൂണിൻ്റെ തുടക്കം തന്നെ നല്ല ശക്തമായിട്ടുള്ള മഴ തന്നെയാണ്. ഞങ്ങളുടെ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ പെരുമഴയത്ത് വീട്ടിൽ മടി പിടിച്ചിരിക്കാതെ വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കാണുവാനും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും. മൺസൂണൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ നാട്ടിൽ തൊട്ടടുത്തുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം ഈ ഒരു വെള്ളച്ചാട്ടം ചൂസ് ചെയ്യുന്നത്. ഏതായാലും വന്ന അന്ന് തന്നെ നല്ല പെരുമഴയാണ്. ശരിക്കും ഈ മഴയൊക്കെ നനഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും ഇതിനകത്ത് ജലനിരപ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്ലാൻ വേണ്ടെന്ന് വെച്ചു. ഈ വെള്ളച്ചാട്ടത്തിന് ശരിക്കും പാപ്പാനി വെള്ളച്ചാട്ടം എന്നൊരു പേരും കൂടെ ഉണ്ട്. ആ പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്. ഇവിടെ പണ്ട് പാപ്പാനി എന്ന് പേരുള്ളൊരു സ്ത്രീയെ പണ്ട് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ താഴേക്ക് ഒഴുകിപ്പോയി മരണപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടം പിന്നീട് പാപ്പാനി വെള്ളച്ചാട്ടം എന്നറിയപ്പെട്ടത്. ഏതായാലും മഴ നല്ല തകർത്ത് പെയ്യുകയാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും കൂടി വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സമയമൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പേടി തോന്നും. ഇതിൻ്റെ തൊട്ടടുത്താണ് കഴിഞ്ഞ കൊല്ലം വലിയൊരു ഉരുളുപൊട്ടലൊക്കെ ഉണ്ടായത്. മഴക്കാലത്ത് ഇങ്ങോട്ടൊക്കെയുള്ള യാത്ര റിസ്ക് ആണെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ ഈ ഒരു സമയം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടാണെങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ഈ പാലം കൂടാതെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച കാണുവാനായിട്ട് ചെറിയൊരു നടപ്പാലം കൂടി ഇതിന് മുകളിലുണ്ടായിരുന്നു. ഇത്തവണ വന്നപ്പോഴേലും ആ പാലം കാണാൻ പറ്റില്ല. ചിലപ്പോൾ കാലപ്പഴം കൊണ്ട് അവരിത് പൊളിച്ചു കളഞ്ഞായിരിക്കും. ആ പാലത്തിൻ്റെ ചെറിയ 2 പില്ലറുകളാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കാണുന്നത്. ഒരുപാട് തട്ടുകളായിട്ട് ഒഴുകുന്ന ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഓരോ തട്ടിലും ഓരോ വാട്ടർ പൂൾ വീതമുണ്ട്. ഇവിടെയൊക്കെ കുളിക്കാനൊക്കെ നല്ല രസമാണെങ്കിലും നിങ്ങൾക്ക് നീന്താനൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങരുത്. ഒന്നാമത്തെ കാര്യം, മേളിൽ നിന്ന് വരുന്ന ഈ വെള്ളത്തിന് നല്ല ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്രമാത്രം ആഴമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പാറകളൊക്കെ നല്ല രീതിയിൽ വഴുക്കലും ഉള്ളതാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.